സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ വിദ്യാഭ്യാസ മന്ത്രി M ഷംസുദ്ദീനാണ് പ്രഖ്യാപനം നടത്തുക. 2ാം വർഷ ഹയർ സെക്കൻഡറി ഫലത്തിനൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും അറിയാനാകും. വിവിധ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയും ഫലം ലഭ്യമാകും. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്നെത്തിയ യുവതി ശുചിമുറിയിൽ പ്രസവിച്ചു. പ്രസവത്തിന് പിന്നാലെ യുവതി കുഞ്ഞിനെ വെന്റിലേഷനിലൂടെ പുറത്തേക്കെറിഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ജീവനക്കാരെത്തി പരിശോധിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. അവിവാഹിതയായ യുവതി വീട്ടുകാർക്കൊപ്പമാണ് ആശുപത്രിയിൽ എത്തിയത്. യുവതിയെയും കുഞ്ഞിനെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല പ്രതിഷേധ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ. ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്ത ഗുരുതരമല്ലാത്ത കേസുകൾ പിൻവലിക്കാൻ സർക്കാർ നീക്കം തുടങ്ങി. അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതര ക്രിമിനൽ കേസുകൾ ഒഴികെ ബാക്കിയുള്ള കേസുകളെല്ലാം പുനഃപരിശോധിച്ച് പിൻവലിക്കുന്നതിനാണ് ആലോചന. ശബരിമല ആചാരങ്ങൾക്ക് വിരുദ്ധമായി യുവതി പ്രവേശം അനുവദിക്കരുതെന്ന നിലപാട് സുപ്രീം കോടതിയിലും സർക്കാർ ശക്തമായി ഉന്നയിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ കൂടിക്കാഴ്ച ഇന്ന്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രിയുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയുമായുള്ള വി ഡി സതീശന്റെ ആദ്യ കൂടിക്കാഴ്ചയാണിത്. പ്രധാനമന്ത്രിയുടെ സേവാതീർത്തിലെ ഓഫീസിൽ രാവിലെ 11:15 കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനെയും വി ഡി സതീശൻ കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നാളെ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും മുഖ്യമന്ത്രിയുടെ മടക്കം. പാർട്ടി അജണ്ടകൾ സന്ദർശനത്തിൽ ഉണ്ടോ എന്ന് നിലവിൽ വ്യക്തമല്ല. കാട്ടാന ആക്രമണത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. പുത്തുമല കശ്മീരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കശ്മീർ സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ജെസ്സിയും ഭർത്താവ് ഷാജിയും രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. പ്രധാന റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ജെസ്സിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭർത്താവ് ഷാജിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു.